2019 ഓഗസ്റ്റ് 9 ന്യൂയോർക്ക് നഗരത്തിലെ ആ രാത്രി സാധാരണ പോലെ തന്നെയായിരുന്നു. നഗരം ഗാഢനിദ്രയിലായിരുന്നു. എല്ലാം ശാന്തം. എന്നാൽ പിറ്റേന്ന് ഓഗസ്റ്റ് 10 പുലർച്ചെ പുറത്തു വന്ന ഒരു മരണവാർത്ത ന്യൂയോർക്കിനെ മാത്രമല്ല അമേരിക്കയെ ഒന്നാകെ പിടിച്ചുകുലക്കി. ജയിലറയ്ക്കുള്ളിൽ ഒരു തടവുകാരൻ മരിച്ചിരിക്കുന്നു. അതൊരു സാധാരണ തടവുകാരനായിരുന്നില്ല, മറിച്ച് കുപ്രസിദ്ധനായ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ ആയിരുന്നു അത്. 13 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള ഡസൻ കണക്കിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാലങ്ങളോളം ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിലെ പ്രതിയായിരുന്നു എപ്സ്റ്റീൻ. അതുമാത്രവുമല്ല, ആ പെൺകുട്ടികളെ തൻ്റെ ഉന്നതരായ സുഹൃത്തുക്കൾക്കും ഇടപാടുകാർക്കും കാഴ്ചവെച്ചിരുന്നു എന്ന ഗുരുതരമായ ആരോപണവും അയാൾ നേരിട്ടിരുന്നു. എപ്സ്റ്റീൻ വെറുമൊരു കുറ്റവാളി മാത്രമായിരുന്നില്ല, അതിസമ്പന്നനും അതിശക്തനുമായ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഏതാണ്ട് $600 മില്യൺ വരുന്ന ആസ്തി, US വെർജിൻ ഐലാൻഡ് എന്നറിയപ്പെടുന്ന കടലിന് നടുവിൽ 75 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആഡംബര സ്വകാര്യ ദ്വീപ്, സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ്, അമേരിക്കയിലെ വൻ നഗരങ്ങളിലെല്ലാം കൊട്ടാരതുല്യമായ വീടുകളും പ്രോപ്പർട്ടികളും. അങ്ങനെ നീളുന്നു അയാളുടെ സാമ്രാജ്യം. അയാൾ ജയിലിലായതോടെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഉന്നതരായ രാഷ്ട്രീയക്കാരുടെയും സെലിബ്രിറ്റികളുടെയും പേരുകൾ ഉടൻ പുറത്തു വരുമെന്ന് ലോകം ഒന്നാകെ പ്രതീക്ഷിച്ചു. എന്നാൽ ആ രഹസ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ജയിൽ അധികൃതർ അതിനെ ഒരു ആത്മഹത്യ എന്ന് വിളിച്ചുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിരൽ ചൂണ്ടിയത് മറ്റൊരു നിഗൂഢതയിലേക്കായിരുന്നു. എപ്സ്റ്റീൻ്റെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞ നിലയിലായിരുന്നു. സാധാരണയായി കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒടിവുകളായിരുന്നു അത്. മാത്രമല്ല, അന്ന് രാത്രി അയാളുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരുന്ന ഗാർഡുകൾ നല്ല ഉറക്കത്തിലായിരുന്നു എന്നതും ജയിലിലെ CCTV ക്യാമറകൾ, പ്രത്യേകിച്ചും ജെഫ്രി എപ്സ്റ്റീനെ നിരീക്ഷിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ കൃത്യം ആ സമയത്ത് ഏതാനും മിനിറ്റുകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്നതും വളരെ വിചിത്രമായ സംഭവമായിരുന്നു. എന്നാൽ ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറായിരുന്നില്ല. ഇതിനു പിന്നിൽ ജെഫ്രി എപ്സ്റ്റീനിൽ നിന്ന് പേരുവിവരങ്ങൾ പുറത്തു വരാൻ ആഗ്രഹിക്കാത്ത ഉന്നതർ ഉൾപ്പെട്ട ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഇതോടെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഫയലുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടണമെന്ന ആവശ്യം അമേരിക്കയിലുടനീളം ശക്തമായി. കാലക്രമേണ ജനങ്ങളുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം വർദ്ധിച്ചു. തുടർന്ന് ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട പോലീസ് കളക്ട് ചെയ്ത 35 ലക്ഷത്തോളം ഡോക്യുമെൻറ്റ്സും 1,80,000 ഫോട്ടോസുകളും 2,000 വീഡിയോസുകളും നിരവധി ഇമെയിൽ ചാറ്റുകളും പ്രസിദ്ധീകരിക്കുവാൻ US നീതിന്യായ വകുപ്പ് നിർബന്ധിതരായി. അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിന് ആ രേഖകൾ പുറത്തുവിടേണ്ടി വന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡോക്യുമെൻ്റ് റിലീസുകളിൽ ഒന്നായിരുന്നു അത്. ഈ രേഖകൾ എപ്സ്റ്റീൻസ് ഫയൽസ് എന്ന പേരിൽ ലോകമെമ്പാടും വാർത്തയായി. ആ ഫയലുകൾ തുറന്ന ലോകം ശരിക്കും ഞെട്ടിത്തരിച്ചു. കാരണം അതിൽ പുറത്തു വന്ന പല പേരുകളും ലോകം വലിയ ബഹുമാനത്തോടെ നോക്കിക്കണ്ടിരുന്ന വ്യക്തികളുടേതായിരുന്നു. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ്, മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിൻ്റൺ, ലോകത്തിലെ ഏറ്റവും ധനികനായ എലോൺ മസ്ക്, മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനും ശതകോടീശ്വരനുമായ ബിൽ ഗേറ്റ്സ്, മഹാനായ സയൻറ്റിസ്റ്റ് സ്റ്റീവ് ഹോക്കിൻസ്, ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ, നോർവേയുടെ കിരീടാവകാശിയായ രാജകുമാരി മീറ്റ് മാരിറ്റ് എന്നിവരൊക്കെ ഇതിൽ ചിലർ മാത്രമായിരുന്നു. സിനിമ, സംഗീതം, ബിസിനസ്, രാഷ്ട്രീയം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി രാജ്യങ്ങളിലെ VVIPകൾ എപ്സ്റ്റീനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഐലാൻഡിലെ വഴിവിട്ട പാർട്ടികളിൽ പങ്കെടുത്തിരുന്നതായും പുറത്തു വന്നതോടെ ലോകമെമ്പാടും വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. നമുക്കിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിലൂടെ എപ്സ്റ്റീൻ ഫയലുകളുടെ ഉള്ളറകളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കാം. വെറുമൊരു കണക്കധ്യാപകനായി തൻ്റെ കരിയർ തുടങ്ങിയ ജെഫ്രി എപ്സ്റ്റീൻ എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും കോടീശ്വരനുമായി മാറിയത്? ലോകമെമ്പാടുമുള്ള അതിസമ്പന്നന്മാരുമായും പ്രമുഖന്മാരുമായും അയാൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ബന്ധങ്ങളുണ്ടായത്? ആ സ്വാധീനം ഉപയോഗിച്ച് അയാൾ എങ്ങനെയാണ് ഈ പാവം പെൺകുട്ടികളെ ചൂഷണം ചെയ്തിരുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ജെഫ്രി എപ്സ്റ്റീൻ ആരായിരുന്നു എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ബ്രൂക്ലിനിൽ ഒരു സാധാരണ ജൂത കുടുംബത്തിലാണ് 1953 ജനുവരി 20 ജെഫ്രി എഡ്വാർഡ് എപ്സ്റ്റീൻ ജനിക്കുന്നത്.
കുട്ടിക്കാലം മുതൽക്കേ അവൻ പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു. പ്രത്യേകിച്ച് കണക്കിലും ഫിസിക്സിലും അവൻ വലിയ താല്പര്യവും അറിവും ഉണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം എപ്സ്റ്റീൻ ഗണിതശാസ്ത്രത്തിൽ ബിരുദമെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം അവൻ പഠനം ഉപേക്ഷിച്ചു. 1974 ബിരുദമില്ലാതെ തന്നെ ന്യൂയോർക്കിലെ പ്രശസ്ത ഡാൾട്ടൺ സ്കൂളിൽ ഫിസിക്സും കണക്കും പഠിപ്പിക്കുന്ന അധ്യാപകനായി അവൻ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ 2 വർഷത്തിനു ശേഷം അധ്യാപക പ്രകടനം തൃപ്തികരമല്ലെന്ന് കണ്ട് ഡാൾട്ടൺ സ്കൂൾ അധികൃതർ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അവൻ്റെ പഠിപ്പിക്കൽ രീതി മോശമായിരുന്നു എന്നതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് മോശമായി പെരുമാറുക, വിദ്യാർത്ഥിനികളോട് അതിർവിട്ട് ഇടപഴകുക, അധ്യാപകനായിരുന്നിട്ടും കുട്ടികളുടെ മദ്യപാന പാർട്ടികളിൽ പങ്കെടുക്കുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും അവൻ അധികം വൈകാതെ തന്നെ വാൾസ്ട്രീറ്റിലെ പ്രശസ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കായ ബെയർ സ്റ്റേണിൽ ജൂനിയർ അസിസ്റ്റൻ്റായി ജോലി ലഭിച്ചു. വളരെ വേഗം തന്നെ അദ്ദേഹം അവിടെ സ്പെഷ്യൽ പ്രൊഡക്ഷൻ ഡിവിഷനിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഈ സമയം മുതലാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനവും സമ്പത്തും ശക്തമായ ആളുകളിലേക്ക് എത്താൻ തുടങ്ങിയത്. എപ്സ്റ്റീൻ്റെ പ്രകടനം മികച്ചതായതുകൊണ്ട് 1980 തൻ്റെ 27ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ കമ്പനിയുടെ ലിമിറ്റഡ് പാർട്ട്ണറായി മാറി. ആ സമയത്ത് അവന് എത്രത്തോളം പ്രശസ്തി ഉണ്ടായിരുന്നു എന്നാൽ കോസ്മോപൊളിറ്റൻ മാഗസീനിൽ അവനെ ബാച്ചലർ ഓഫ് ദ മന്തായി തിരഞ്ഞെടുക്കുക പോലും ഉണ്ടായി. എന്നാൽ അവൻ്റെ ചില ശീലങ്ങൾ അവൻ്റെ കരിയറിനെ അപകടത്തിലാക്കി. അവിടെ ജോലി കിട്ടാൻ വേണ്ടി വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അവൻ കള്ളം പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, തൻ്റെ കാമുകിക്ക് സമ്മാനിക്കാൻ വാങ്ങിയ വില കൂടിയ ആഭരണങ്ങളുടെ ബിൽ അവൻ കമ്പനിയുടെ അക്കൗണ്ടിലാണ് നൽകിയത്. ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ കമ്പനി അവനെ സസ്പെൻഡ് ചെയ്യുകയും വലിയൊരു തുക അവനിൽ നിന്നും പിഴയായി ഈടാക്കുകയും ചെയ്തു. അതിനുശേഷം എപ്സ്റ്റീൻ ഇന്റർകോണ്ടിനെന്റൽ അസറ്റ് ഗ്രൂപ്പ് എന്ന പേരിൽ സ്വന്തമായ ഒരു കൺസൾട്ടിംഗ് സ്ഥാപനം തുടങ്ങി. തട്ടിപ്പുകാരായ ബ്രോക്കർമാർ വഴി പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ പണം തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്നതായിരുന്നു കമ്പനിയുടെ ജോലി. അതിനായി വലിയൊരു തുക തന്നെ അവൻ ഫീസായി ഈടാക്കിയിരുന്നു. ഇതുവഴി സമ്പത്ത് അതിവേഗം വർദ്ധിക്കുകയും 1984 ആയതോടെ ജെഫ്രി എപ്സ്റ്റീൻ ഒരു മില്യനെയറായി മാറുകയും ചെയ്തു. 1988 ആയപ്പോഴേക്കും ലോകത്തിലെ ശക്തരായ ആളുകളുടെ തലങ്ങളിലേക്ക് ജെഫ്രി എപ്സ്റ്റീൻ ഉയരാൻ തുടങ്ങി. അതേ വർഷം തന്നെ ജെ എപ്സ്റ്റീൻ ആൻഡ് കമ്പനി എന്ന പേരിൽ അവൻ പുതിയൊരു കമ്പനി തുടങ്ങി. $1 ബില്യൺ ആസ്തിയുള്ള ശതകോടീശ്വരന്മാർക്ക് വേണ്ടി മാത്രമാണ് ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. ഈ സമയത്താണ് എൽ ബ്രാൻഡിൻ്റെ CEO ആയ ലെക്സി വാക്സനുമായി അദ്ദേഹം പരിചയത്തിലാകുന്നത്. വാക്സൻ തൻ്റെ കമ്പനിയുടെ പൂർണ്ണ പവർ ഓഫ് അറ്റോർണി എപ്സ്റ്റീന് നൽകി. ഇതോടെ എപ്സ്റ്റീൻ്റെ സമ്പത്തും സ്വാധീനവും കുതിച്ചുയർന്നു. 1996 അദ്ദേഹത്തിൻ്റെ സ്ഥാപനം US വെർജിൻ ഐലൻഡിലേക്ക് മാറ്റി. ബില്യൺ കണക്കിന്, അതായത് കോടാനുകോടി ഡോളർ കൈകാര്യം ചെയ്യുന്ന അപ്പോളോ ഗ്ലോബൽ മാനേജ്മെൻറ്റിൻ്റെ CEO ലിയോൺ ബ്ലാക്കിൻ്റെ സ്വത്തുക്കൾ പോലും കൈകാര്യം ചെയ്യുന്നത് എപ്സ്റ്റീൻ ആയിരുന്നു. ഇതിൽ നിന്ന് തന്നെ ജെഫ്രി എപ്സ്റ്റീൻ്റെ പദവിയും സ്വാധീനവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത്തരത്തിൽ നിരവധി ബില്യനേഴ്സുമായിട്ടുള്ള ബന്ധങ്ങളുടെ ബലമായി 2000ൻ്റെ തുടക്കത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ്റെ ആസ്തി $600 മില്യൺ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ അദ്ദേഹം ഇടം പിടിക്കാൻ തുടങ്ങി. മാൻഹട്ടിലെ ഏറ്റവും വലിയ സ്വകാര്യ മാളികയും ഫ്ലോറിഡയിലെ പാം ബീച്ച്, ന്യൂ മെക്സിക്കോ, പാരീസ് എന്നിവിടങ്ങളിൽ ഏറ്റവും വലിയ ആഡംബര വീടുകളും ഭൂസ്വത്തുക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1998 US വെർജിൻ ഐലാൻഡിൽ സമുദ്രത്തിന് നടുവിലായി 75 ഏക്കറിൽ പരന്നു കിടക്കുന്ന ലിറ്റിൽ സെൻറ്റ് ജെയിംസ് എന്നൊരു സ്വകാര്യ ദ്വീപ് അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അവിടെ അദ്ദേഹം വലിയ പാർട്ടികൾ നടത്തി. ആ സ്വകാര്യ ദ്വീപിൽ നടത്തുന്ന വളരെ നിഗൂഢതകളേറിയ പാർട്ടികളിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റുമാർ, ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ, ലോകത്തിലെ വലിയ ബിസിനസ്സുകാർ, സിനിമാ താരങ്ങൾ എന്നിങ്ങനെ ലോകം അറിയപ്പെടുന്ന വലിയ വലിയ VVIPകൾ അവിടേക്ക് വന്നു പോകാറുണ്ടായിരുന്നു. പുറമേ കാണുന്ന ഈ ആഡംബരങ്ങൾക്കും വിജയകരമായ തിളക്കത്തിനും പിന്നിൽ ലോകം ശ്രദ്ധിക്കാതിരുന്ന, വെറുപ്പുളവാക്കുന്ന വളരെ ക്രൂരമായ കാര്യങ്ങൾ നടന്നിരുന്നു. അവിടം ലോകത്തിലെ എല്ലാ തിന്മകളും ആനന്ദത്തോടെ ആസ്വദിക്കുന്ന പാപങ്ങളുടെ ഒരു ദ്വീപായിരുന്നു. അവിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാഴ്ചവെച്ചിരുന്നു. ഫ്ലോറിഡയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ചിരുന്ന സ്കൂൾ സ്റ്റുഡൻ്റായ ഒരു 14-കാരിയുടെ കൈവശം $300 രക്ഷകർത്താക്കൾ കണ്ടെത്തിയതോടെ 2005 മാർച്ചിൽ ഫ്ലോറിഡയിലെ പാം ബീച്ച് പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലൂടെയാണ് ഈ ഇരുണ്ട മുഖം പുറത്താക്കുന്നത്. മസാജ് ചെയ്യാനെന്ന വ്യാജേനെ തൻ്റെ 14 വയസ്സുള്ള മകളെ എപ്സ്റ്റീൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നായിരുന്നു ആ പരാതി.
കേസ് ഗുരുതരമായിരുന്നതിനാൽ തന്നെ പോലീസ് ജെഫ്രി എപ്സ്റ്റീനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അന്വേഷണത്തിൽ ആ പെൺകുട്ടിയെ അവളുടെ 2 സഹപാഠികളാണ് എപ്സ്റ്റീൻ്റെ അടുത്തേക്ക് അയച്ചതെന്നും മസാജ് ചെയ്താൽ $200 മുതൽ $300 വരെ കിട്ടുമെന്ന് പറഞ്ഞ് പ്രലോഭിച്ചതായിരുന്നുവെന്നും കണ്ടെത്തി. ആ സഹപാഠികളെ ചോദ്യം ചെയ്തപ്പോൾ അവർ മറ്റ് പെൺകുട്ടികളുടെ പേരുകൾ പറഞ്ഞു. അങ്ങനെ അന്വേഷണം നീണ്ടപ്പോൾ പ്രായപൂർത്തിയാകാത്ത 36 ഇരകളെ പോലീസ് കണ്ടെത്തി. പെൺകുട്ടികളെ വലയിലാക്കുന്നതിനായി ഒരു പിരമിഡ് സ്കീം പോലെയാണ് എപ്സ്റ്റീൻ ഇത് ചെയ്തിരുന്നത്. അവനുവേണ്ടി പുതിയൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ അവർക്ക് എക്സ്ട്രാ പണം നൽകി. അങ്ങനെ ഒരു പെൺകുട്ടി വഴി അടുത്ത പെൺകുട്ടി എന്ന രീതിയിൽ ഈ ശൃംഖല വളർന്നു. ഇരകളിൽ ഭൂരിഭാഗവും 13 മുതൽ 18 വയസ്സ് വരെ പ്രായം മാത്രമുള്ള കുട്ടികളായിരുന്നു. ഇതൊരു ചെറിയ കാര്യമായിരുന്നില്ല. എപ്സ്റ്റീൻ്റെ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മറവിൽ നടത്തിക്കൊണ്ടിരുന്ന വലിയൊരു കുറ്റകൃത്യമായിരുന്നു. ഇതിൽ ജെഫ്രി എപ്സ്റ്റീൻ മാത്രമല്ല ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഗസ്റ്റുമായി അദ്ദേഹത്തിൻ്റെ ആ ദ്വീപിലേക്ക് വന്നിരുന്ന നിരവധി ധനികരും പ്രശസ്തരുമായവർ ഇതിൻ്റെ ഉപഭോക്താക്കളായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. 2006 മെയ് മാസത്തോടെ പാം ബീച്ച് പോലീസ് ജെഫ്രി എപ്സ്റ്റീനെതിരെ ശക്തമായ ഒരു കേസ് തയ്യാറാക്കി. തുടർന്ന് 2007 ജൂലൈ 27 ജെഫ്രി എപ്സ്റ്റീൻ അറസ്റ്റിലായി. എന്നാൽ വിചാരണ വേളയിൽ എപ്സ്റ്റീൻ അമേരിക്കയിലെ ഏറ്റവും മികച്ച വക്കീലന്മാരെ അണിനിർത്തി അവൻ എളുപ്പം ജാമ്യം നേടി. ഇതിൽ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടറായിരുന്ന ബാരി ക്രിഷർ എപ്സ്റ്റീനോട് വളരെ മൃദുവായ സമീപനമാണ് സ്വീകരിച്ചത് എന്ന ആരോപണമുയർന്നു. ഈ കേസിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായ പാം ബീച്ച് പോലീസ് മേധാവിയായിരുന്ന മൈക്കൽ റീറ്റർ ഈ ഒരു കേസ് നിസ്സാരമായി കാണേണ്ടതല്ലെന്നും അതിനാൽ അന്വേഷണ ഏജൻസിയായ FBI ഈ അന്വേഷണത്തിൽ പങ്കാളിയാകാനും ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേസ് ഉടൻ തന്നെ FBI മാറി. അങ്ങനെ 2006 ജനുവരിയിൽ FBI ഓപ്പറേഷൻ ലീപ്പ് ഇയർ എന്ന പേരിൽ അന്വേഷണം തുടർന്നു. FBI അന്വേഷണത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദ്വീപിൽ നിന്നും ഞെട്ടിക്കുന്ന നിരവധി കാര്യങ്ങൾ കണ്ടെത്തി. അവിടെ നിന്നും നിരവധി ബേബി മസാജ് പരിശീലന നോട്ട്ബുക്കുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതിൽ പെൺകുട്ടികളെ കൊണ്ട് ക്ലയൻറ്റുകൾക്ക് മസാജ് ചെയ്യിപ്പിക്കാനുള്ള രീതികളും നിർദ്ദേശങ്ങളും അതിൽ എഴുതിയിരുന്നു. എപ്സ്റ്റീൻ തൻ്റെ സ്വകാര്യ ദ്വീപായ ലിറ്റിൽ സെൻറ്റ് ജെയിംസ് ഐലാൻഡിൽ ഉന്നത നിലവാരമുള്ള ഹൈ പ്രൊഫൈൽ പാർട്ടികൾ നടത്തിയിരുന്നു. അതിൽ അമേരിക്കയിൽ നിന്നുള്ളവർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്നരും രാജകുടുംബാംഗങ്ങളും വലിയ നേതാക്കളും സെലിബ്രിറ്റികളും സ്വാധീനമുള്ളവരുമെല്ലാം പങ്കെടുത്തിരുന്നു. അത്തരം പാർട്ടികളിൽ എപ്സ്റ്റീൻ തൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ പെൺകുട്ടികളെ ദ്വീപിലേക്ക് കൊണ്ടുവന്ന് അടിമകളെ പോലെ അതിഥികൾക്ക് കാഴ്ചവെച്ചിരുന്നു. ഇതിനെല്ലാം എപ്സ്റ്റീന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ കാമുകിയായിരുന്ന ഗിസ്ലെയർ മാക്സ്വെൽ ആയിരുന്നു. 1991 ബ്രിട്ടീഷ് മാധ്യമ രാജാവായ റോബർട്ട് മാക്സ്വെല്ലിൻ്റെ മകൾ ഗിലെൻ മാക്സ്വെൽ എപ്സ്റ്റീൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അച്ഛൻ്റെ ദുരൂഹ മരണത്തിനും സാമ്പത്തിക തട്ടിപ്പുകൾക്കും ശേഷം ന്യൂയോർക്കിലെത്തിയ അവൾ എപ്സ്റ്റീനുമായി പ്രണയത്തിലായി. പിന്നീട് എപ്സ്റ്റീൻ്റെ ബിസിനസ്സുകളും വീടുകളും കുറ്റകൃത്യങ്ങളും നിയന്ത്രിക്കുന്ന പ്രധാന പങ്കാളിയായി അവൾ മാറി. ഉന്നത സമൂഹങ്ങളിലേക്ക് എപ്സ്റ്റീന് വഴിയൊരുക്കിയത് ഗില്ലെൻ ആയിരുന്നു. പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ കണ്ടെത്തി അവരെ മോഡലിംഗ് ആക്കാമെന്ന വ്യാജേന മോഹങ്ങൾ നൽകിയും അല്ലെങ്കിൽ മസാജ് ചെയ്താൽ $100 നൽകാമെന്ന് പ്രലോഭിച്ചോ എപ്സ്റ്റീൻ്റെ അടുത്തേക്ക് എത്തിച്ചിരുന്നത് അവളായിരുന്നു. ജെഫ്രി എപ്സ്റ്റീനും അയാളുടെ ഉന്നതരായ സുഹൃത്തുക്കളും വില്ലകളിലും വീടുകളിലും പ്രൈവറ്റ് ജെറ്റുകളിലും വച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ FBI 53 പേജുള്ള ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു, അന്താരാഷ്ട്ര തലത്തിൽ പെൺവാണിഭം നടത്തി തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇതിൽ എപ്സ്റ്റീനെതിരെ ചുമത്തിയിരുന്നത്. പ്രായപൂർത്തിയാകാത്ത 36 ഇരകളുടെ മൊഴികളും ഡസൻ കണക്കിന് ദൃക്സാക്ഷികളും FBI വിശദമായ അന്വേഷണ റിപ്പോർട്ടും കണ്ടപ്പോൾ എപ്സ്റ്റീൻ്റെ ഇരുണ്ട രഹസ്യങ്ങൾ ലോകമറിയുമെന്നും അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമെന്നുമാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പണത്തിൻ്റെ സ്വാധീനത്താൽ നിയമത്തെ പോലും വിലയ്ക്ക് വാങ്ങുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. മിയാമിയിലെ ഫെഡറൽ അറ്റോർണി ആയിരുന്ന അലക്സാണ്ടർ അക്കോസ്റ്റയുമായി എപ്സ്റ്റീൻ്റെ വക്കീൽ വളരെ രഹസ്യമായ ഒരു ധാരണയുണ്ടാക്കി. ഇതുപ്രകാരം എപ്സ്റ്റീന് വെറും 18 മാസത്തെ തടവ് ശിക്ഷ മാത്രമാണ് വിധിച്ചത്. എപ്സ്റ്റീന് മേൽ ചുമത്തിയിരുന്ന ഗൗരവമേറിയ ഫെഡറൽ ക്രിമിനൽ കുറ്റങ്ങളെല്ലാം ഒഴിവാക്കുകയും താരതമ്യേന ചെറിയ 2 വേശ്യാവൃത്തി കേസുകളിൽ മാത്രമാണ് അയാളെ കുറ്റക്കാരനാക്കിയത്. മാത്രമല്ല മറ്റ് പ്രതികളെപ്പോലെ എപ്സ്റ്റീനെ സാധാരണ സ്റ്റേറ്റ് ജയിലിലായിരുന്നില്ല പാർപ്പിച്ചിരുന്നത്. പകരം
പാം ബീച്ച് കൗണ്ടി ജയിലിലെ ആഡംബര സൗകര്യങ്ങളുള്ള ഒരു പ്രൈവറ്റ് വിങ്ങിലാണ് അയാളെ പാർപ്പിച്ചിരുന്നത്. അതുകൂടാതെ ദിവസം 12 മണിക്കൂർ വീതം ആഴ്ചയിൽ 6 ദിവസം ജയിലിന് പുറത്തിറങ്ങി സ്വന്തം ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ അവന് അനുവാദവും ഉണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ജെഫ്രി എപ്സ്റ്റീൻ ജയിലിൽ വന്നിരുന്നത്. 2009 ജൂലൈയിൽ ശിക്ഷാ കാലാവധി തീരാൻ 5 മാസം ബാക്കി നിൽക്കെ, അതായത് 18 മാസത്തിൽ നിന്നും വെറും 13 മാസത്തെ ജയിൽവാസത്തിന് ശേഷം എപ്സ്റ്റീനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. വീണ്ടും തൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അവൻ പഴയതുപോലെ ആഡംബര ജീവിതം നയിക്കാൻ തുടങ്ങി. എപ്സ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് ഇത്രയും ഇളവുകൾ നൽകിയ ഫെഡറൽ അറ്റോർണി ആയിരുന്ന അലക്സാണ്ടർ അക്കോസ്റ്റയും എപ്സ്റ്റീനും തമ്മിലുണ്ടാക്കിയ രഹസ്യ കരാറിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. ഇത്രയും ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിട്ടും എപ്സ്റ്റീന് എങ്ങനെ ഇത്ര കുറഞ്ഞ ശിക്ഷ ലഭിച്ചുവെന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവൻ എങ്ങനെ ആഡംബര ജീവിതം നയിക്കുന്നുവെന്നും പത്രപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അന്വേഷിക്കാൻ തുടങ്ങി. പല മാധ്യമ പ്രവർത്തകരും എപ്സ്റ്റീനെ തുറന്നു കാട്ടാൻ ശ്രമിച്ചുവെങ്കിലും അയാളുടെ ഉന്നത സ്വാധീനം കാരണം അയാൾ എളുപ്പത്തിൽ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏകദേശം 7 വർഷങ്ങൾ കടന്നുപോയി. 2016 ആയപ്പോഴേക്കും എപ്സ്റ്റീൻ്റെ ക്രൂരതകൾ ഇനി ഒരിക്കലും പുറം ലോകം അറിയില്ലെന്ന് കരുതി. എന്നാൽ അപ്പോഴാണ് മിയാമി ഹെറാൾഡ് പത്രത്തിലെ ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റായ ജൂലി കെ ബ്രൗൺ എന്ന മാധ്യമ പ്രവർത്തക ജെഫ്രി എപ്സ്റ്റീൻ്റെ വിചിത്രമായ കേസ് വിധികളും അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയവും ആഡംബര ജീവിതവും നിഗൂഢതകൾ നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കി ഒരു മാധ്യമ പ്രവർത്തകയുടെ കൂർമ്മ ബുദ്ധിയോടെ അത് കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഇതോടെ എപ്സ്റ്റീൻ്റെ തകർച്ച ആരംഭിച്ചു. ജൂലി പഴയ കോടതി രേഖകളും അടച്ചുപൂട്ടിയ ഫയലുകളും ഒത്തുതീർത്ത സാക്ഷികളെയും വീണ്ടും തേടിപ്പിടിച്ചു. വർഷങ്ങളായി മറഞ്ഞു കിടന്ന സത്യങ്ങൾ പതുക്കെ പുറത്തു വരാൻ തുടങ്ങി. മിയാമിയിലെ ഫെഡറൽ അറ്റോർണി ആയിരുന്ന അലക്സാണ്ടർ അക്കോസ്റ്റയുമായി എപ്സ്റ്റീൻ്റെ വക്കീൽ നടത്തിയ രഹസ്യ ധാരണകളും ജൂലി ബ്രൗൺ കണ്ടെത്തി പുറം ലോകത്തെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ അഴിമതി കാരണമാണ് ഇരകൾക്കന്ന് നീതി ലഭിക്കാത്തത്. 2017 ഡൊണാൾഡ് ട്രംപ് അതേ അലക്സാണ്ടർ അക്കോസ്റ്റയെ തൻ്റെ ലേബർ സെക്രട്ടറിയാക്കി. അതോടെ മാധ്യമ പ്രവർത്തകയായ ജൂലി ബ്രൗൺ തൻ്റെ അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കി. എന്നാൽ ജൂലി ബ്രൗണിൻ്റെ അന്വേഷണത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി തീർന്നത് വർഷങ്ങൾക്ക് മുമ്പ് പ്രായപൂർത്തിയാകാത്ത സമയത്ത് എപ്സ്റ്റീൻ്റെ ഇരകളാകപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്താനായിരുന്നു. കാരണം അന്നത്തെ പോലീസ് റെക്കോർഡുകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പേരും മറ്റു വിവരങ്ങളും പുറത്തു വരാതിരിക്കാൻ പോലീസ് ആ കുട്ടികളെ ജെയിൻ ഡോ 1, ജെയിൻ ഡോ 2 എന്നിങ്ങനെയുള്ള കോഡ് ഭാഷകളിലൂടെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇതിലൊന്നും തകർന്നു പോകാൻ മാധ്യമപ്രവർത്തകയായ ജൂലി ബ്രൗൺ തയ്യാറായില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടികളുടെ രക്ഷകർത്താക്കളുടെ നമ്പറുകൾ പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട കേസ് രേഖകളിലോ ഉണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റിൻ്റെ കൂർമ്മ ബുദ്ധിയാൽ അവൾ അന്ന് ഇരകളാകപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്താൻ തുടങ്ങി. തുടർന്ന് ആ സംഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച യുവതികളുടെ മൊഴികൾ ജൂലി ബ്രൗൺ റിപ്പോർട്ടാക്കി പബ്ലിഷ് ചെയ്തു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇരകളാകപ്പെട്ടവരിൽ പലരുടെയും വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ 2017 ഒക്ടോബർ മുതൽ സ്ത്രീകളുടെ ഇടയിൽ മീ ടു എന്ന ഹാഷ്ടാഗ് ശ്രദ്ധ പിടിച്ചു പറ്റാൻ തുടങ്ങി. അതിലൂടെ യുവതികൾ അവർ നേരിട്ട ലൈംഗിക ചൂഷണ സംഭവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് ചെറുപ്പത്തിൽ തന്നെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇരകളാകപ്പെട്ട 80-ലധികം പെൺകുട്ടികളെ ജൂലി ബ്രൗൺ ഒന്നൊന്നായി കണ്ടെത്തി. അവരെല്ലാം വീഡിയോ അഭിമുഖങ്ങളായും ഫോൺ വഴിയുമെല്ലാം എപ്സ്റ്റീനുമായിട്ടുള്ള അവരുടെ ദുരനുഭവങ്ങൾ ജൂലി ബ്രൗണുമായി പങ്കുവച്ചു. പലർക്കും പല അനുഭവങ്ങളായിരുന്നു അവർക്ക് എപ്സ്റ്റീൻ്റെ മാളികയിൽ നേരിടേണ്ടി വന്നത്. എപ്സ്റ്റീൻ മാത്രമല്ല, മസാജ് ചെയ്യാൻ എന്ന വ്യാജേന ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ അടക്കം നിരവധി വമ്പന്മാരായിരുന്നു ആ പെൺകുട്ടികളെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ 2018 ആയപ്പോഴേക്കും മാധ്യമ പ്രവർത്തകയായ ജൂലി ബ്രൗൺ ഈ കേസുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ ശേഖരിച്ചു. തുടർന്ന് മിയാമി ഹെറാൾഡ് എന്ന പത്രം ഈ റിപ്പോർട്ടുകൾ വളരെ വിശദമായി തന്നെ 2018 നവംബർ 18-ന് നീതിയുടെ വളച്ചൊടിക്കൽ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ അമേരിക്ക മുഴുവനും ഒരു കോലാഹലം സൃഷ്ടിച്ചു. എപ്സ്റ്റീനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിഗൂഢമായ പ്രവൃത്തികളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. എപ്സ്റ്റീനെ സർക്കാർ എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യങ്ങൾ ഉയർന്നു. തുടർന്ന് ജനങ്ങൾ സർക്കാരിനെതിരെ രംഗത്ത് വരികയും എപ്സ്റ്റീനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പൊതുജനങ്ങളിൽ നിന്ന് വളരെയധികം സമ്മർദ്ദമുണ്ടായതിനാൽ FBI വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ 2019 ജൂലൈ 6-ന് എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലാവുകയും ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ കറക്ഷൻ സെൻറ്റർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ എപ്സ്റ്റീൻ വീണ്ടും ജുഡീഷ്യറിയെ വിലക്കെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത്തവണ അത് വിജയിച്ചില്ല. ജെഫ്രി എപ്സ്റ്റീന് 45 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു.
എഫ്സ്റ്റിൻ്റെ അറസ്റ്റിനും 6 ദിവസങ്ങൾക്ക് ശേഷം വിവാദ അഴിമതിക്കാരനായ അലക്സാണ്ടർ അക്കോസ്റ്റയും രാജിവെച്ചു. എഫ്സ്റ്റീൻ ജയിലിലായതോടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിന്നവരും അദ്ദേഹത്തിൻ്റെ സീക്രട്ട് പാർട്ടികളിൽ പങ്കെടുത്ത എല്ലാ VVIPകളും ഭയന്നു. അദ്ദേഹം തങ്ങളുടെ പേരുവിവരങ്ങൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തുമോ എന്നും അതുമൂലം എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മറ തുറന്നു കാട്ടപ്പെട്ടാൽ സമൂഹത്തിൽ തങ്ങളുടെ മാന്യതയുടെ മുഖംമൂടി അഴിഞ്ഞു പോകുമോ എന്നും ഭയപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ജയിലിനുള്ളിൽ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. എഫ്സ്റ്റീൻ അറസ്റ്റിലായി 1 മാസത്തിനു ശേഷം 2019 ഓഗസ്റ്റ് 10 എഫ്സ്റ്റീൻ ജയിലിനുള്ളിൽ മരിച്ചു എന്നതാണ്. എഫ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ജയിൽ അധികൃതർ പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റെന്തോ വസ്തുതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എഫ്സ്റ്റീൻ്റെ കഴുത്തിലെ നിരവധി അസ്ഥികൾ ഒടിഞ്ഞിരിക്കുന്നു. അത്തരം ഒടിവുകൾ ആത്മഹത്യയിൽ നിന്നും ഉണ്ടാകുന്നതാണെങ്കിലും മറ്റാരോ ബലം പ്രയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതാകാം എന്നുള്ള നിഗമനങ്ങളും ഉണ്ടായി. എഫ്സ്റ്റീൻ മരണപ്പെട്ട ആ ദിവസത്തെ രാത്രിയിൽ എഫ്സ്റ്റീൻ്റെ സെല്ലിന് പുറത്തുള്ള 2 ക്യാമറകൾ പെട്ടെന്ന് തകരാറിലായി കണ്ടതോടെ ഈ സംശയങ്ങൾ കൂടുതൽ ശക്തമായി. കൂടാതെ ജയിൽ അധികൃതർ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിലും 1 മിനിറ്റിൻ്റെ കട്ടുണ്ടായിരുന്നു. എഫ്സ്റ്റീൻ്റെ പക്കൽ ഒരു ക്ലയൻറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ പെൺകുട്ടികളെ ഉപയോഗിച്ചിരുന്ന ശക്തരായ ആൾക്കാരുടെ പേരുകളും ഉണ്ടായിരുന്നു. ആയതിനാൽ എഫ്സ്റ്റീൻ വാ തുറക്കാതിരിക്കാൻ ജയിലിൽ കൊല്ലപ്പെട്ടതാണെന്നുള്ള സംശയങ്ങൾ ജനങ്ങളിലുണ്ടായി. എഫ്സ്റ്റീൻ ജയിലിലാകുന്നതിനും 1 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ലോകത്തിൽ വലിയ സ്വാധീനമുള്ള പലരുടെയും നേരെ ചെളിവാരി എറിയാൻ തനിക്ക് കഴിയുമെന്നാണ്. ഇതെല്ലാം ആ സംശയങ്ങൾക്ക് കൂടുതൽ ബലം കൂട്ടി. അതിനുശേഷം എഫ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഫയലുകൾ പ്രസിദ്ധീകരിക്കുവാൻ ആളുകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടങ്ങി. ഇതിനെ എഫ്സ്റ്റീൻ ഫയൽസ് എന്ന് വിളിക്കപ്പെട്ടു. അമേരിക്കൻ ജനങ്ങളുടെ മുദ്രാവാക്യം പോലും അൺലോക്ക് ദ എഫ്സ്റ്റീൻ ഫയൽസ് എന്നായിരുന്നു. എഫ്സ്റ്റീൻ്റെ പക്കൽ നിന്നും കണ്ടെടുത്ത രേഖകൾ തരംതിരിക്കാതെ തന്നെ പബ്ലിക് ആക്കണമെന്നുള്ള ആവശ്യം വർഷങ്ങളായി തുടർന്നു. ഇതിനിടയിൽ 2020 എഫ്സ്റ്റീൻ്റെ കാമുകി ഗിസ്ലൈൻ മാക്സ്വെല്ലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അങ്ങനെയിരിക്കെ 2021 അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് മാറുകയും അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോഴും ജനങ്ങളുടെ ആവശ്യം എപ്സ്റ്റീൻ ഫയൽ പുറത്തുവിടണം എന്നായിരുന്നു. എന്നാൽ 2025 ജനുവരി 20 വരെ അധികാരത്തിലുണ്ടായിരുന്ന ജോ ബൈഡനും എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിട്ടില്ല. എന്നാൽ ആ കാലഘട്ടത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം നടന്നു. വിർജീനിയ ഗ്രിഫ്റ്റ് എന്ന യുവതി ബ്രിട്ടീഷ് കോടതിയിൽ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ പരാതി നൽകുകയും പ്രിൻസ് ആൻഡ്രൂ വിർജീനിയ ഗ്രിഫ്റ്റിനെ അരക്കെട്ടിൽ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസുകൾ പുറത്തുവിടുകയും ചെയ്തു. 2000 തനിക്ക് 17 വയസ്സുള്ളപ്പോൾ പ്രിൻസ് ആൻഡ്രൂ തന്നെ 3 വട്ടം പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ഇതോടെ പ്രിൻസ് ആൻഡ്രൂ വിർജീനിയ ഗ്രിഫ്റ്റിന് $16 ലക്ഷം നൽകി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പായി. ഇത് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ രാജകുമാരൻ്റെയും ഒരു ഇരയുടെയും കാര്യമാണെങ്കിൽ ഇതുപോലെ സെറ്റിൽ ചെയ്യപ്പെടാത്ത നിരവധി ഇരകളും ലോകം അറിയപ്പെടാത്ത പ്രശസ്തരും എഫ്സ്റ്റീൻ്റെ നിഗൂഢ ഫയലുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടണമെന്ന ആവശ്യം അമേരിക്കൻ ജനങ്ങളുടെ ഇടയിൽ ശക്തമായിരുന്നു. അങ്ങനെയിരിക്കെ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഡൊണാൾഡ് ട്രംപ് എഫ്സ്റ്റീൻ ഫയൽസ് ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയും താൻ അധികാരത്തിൽ വന്നാൽ എഫ്സ്റ്റീൻ ഫയൽസ് പബ്ലിക്കായി പ്രസിദ്ധീകരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് അമേരിക്കയിൽ വീണ്ടും ഭരണമാറ്റമുണ്ടാകുന്നത്. 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി 2025 ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണ്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന് 3 മാസങ്ങൾക്ക് ശേഷം മറ്റൊരു വലിയൊരു സംഭവം നടക്കുന്നു. എഫ്സ്റ്റീനെതിരെ നിരവധി തെളിവുകൾ നൽകുകയും പ്രിൻസ് ആൻഡ്രൂവിനെതിരെ പരാതി നൽകി വലിയ എമൗണ്ട് പണം വാങ്ങി സെറ്റിൽ ചെയ്ത വിർജീനിയ ഗ്രിഫ്റ്റ് ഓസ്ട്രേലിയയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ഈ വിഷയം സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എഫ്സ്റ്റീൻ ഫയലുകളിലെ ദുരൂഹത നീക്കാൻ ജനങ്ങൾ വളരെ ശക്തിയിൽ ആവശ്യമുയർത്തി. എഫ്സ്റ്റീനും ട്രംപും പണ്ട് മുതൽക്കേ ചങ്ങാതിമാരായതിനാലും ട്രംപിനും വഴിവിട്ട ബന്ധങ്ങൾ എഫ്സ്റ്റീനുമായി ഉള്ളതുകൊണ്ടാണ് ട്രംപ് എഫ്സ്റ്റീൻ ഫയൽസ് റിലീസ് ചെയ്യാത്തത് എന്ന ആക്ഷേപമുണ്ടായി. തൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് ട്രംപ് എഫ്സ്റ്റീൻ ഫയലുകൾ പരസ്യമാക്കാത്തതെന്ന് ആളുകൾ പരസ്യമായി പറഞ്ഞു. ഇത് പൊതുജന സമ്മർദ്ദം വളരെയധികം വർദ്ധിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ US കോൺഗ്രസ് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് നിലവിൽ കൊണ്ടുവരികയും 30 ദിവസത്തിനുള്ളിൽ എല്ലാ എപ്സ്റ്റീൻ ഫയൽസുകളും പുറത്തുവിടാൻ ഉത്തരവിടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 2025 നവംബർ 19 ഡൊണാൾഡ് ട്രംപും ഈ ഉത്തരവിൽ ഒപ്പിടാൻ നിർബന്ധിതനായി. അങ്ങനെ 1 മാസത്തിനു ശേഷം 2025 ഡിസംബറിൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ കാത്തിരുന്ന അത് സംഭവിച്ചു. 2025 ഡിസംബർ അവസാനം നീതിന്യായ വകുപ്പ് എഫ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രേഖകൾ പ്രസിദ്ധീകരിച്ചു.
അത് പുറത്തു വന്നതോടെ അതിലെ പേര് വിവരങ്ങൾ കണ്ട് ലോകം തന്നെ ഞെട്ടി. ഈ ഫയലുകളിൽ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, റിച്ചാർഡ് ബ്രാൻസൺ, ഗൂഗിൾ സഹസ്ഥാപകൻ സെർജി ബ്രിൻ, തത്വചിന്തകൻ നോം ചോംസ്കി, ശാസ്ത്രജ്ഞൻ സ്റ്റീവ് ഹോക്കിൻസ്, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ, സംഗീതജ്ഞരായ മിക് ജാഗർ, മൈക്കിൾ ജാക്സൺ, ഗായിക ഡയാന റോസ്, പ്രമുഖ നടന്മാർ, കൊമേഡിയന്മാർ തുടങ്ങിയ ലോകപ്രശസ്തരായ നിരവധി ആളുകളുടെ പേരുകളും ചിത്രങ്ങളുമുണ്ട്. ഇതിൽ പലരും എസ്റ്റിൻ്റെ കാമുകി ഗിറ്റ്സൈൻ മാക്സ്വെലിനൊപ്പം നിൽക്കുന്നതും എസ്റ്റിൻ്റെ സ്വകാര്യ ദ്വീപിൽ പാർട്ടി നടത്തുന്നവരുമൊക്കെയാണ്. ഇവർക്കൊപ്പമുള്ള പെൺകുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ മറച്ചുവെക്കാൻ അവരുടെ മുഖം കറുത്ത മഷി കൊണ്ട് മറച്ചുവെച്ചിട്ടുണ്ട്. ഇതിൽ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ 2 സ്ത്രീകൾക്കൊപ്പം നീന്തൽക്കുളത്തിലും മറ്റൊരു സ്ത്രീക്കൊപ്പം ബാത്ടബിലും കിടക്കുന്ന ചിത്രങ്ങൾ ഫയലുകളിലുണ്ട്. 2000-ൽ എഫ്റ്റിനും ക്ലിന്റനും ചേർന്ന് ഒരു പുരുഷനെ ഒരു യാച്ചിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു ആരോപണവും ആ ഫയലുകളിലുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ മെലാനിയയും അവിടെ ഉണ്ടായിരുന്നുവെന്നും അതിൽ പറയപ്പെടുന്നു. 5 സ്ത്രീകളുടെ മടികളിലായി കിടക്കുന്ന ആൻഡ്രൂ രാജകുമാരൻ, യുവതികളുടെ സൗഹാർദ്ദം പങ്കിടുന്ന ബിൽ ഗേറ്റ്സ്, അങ്ങനെ തുടങ്ങി ലോകത്തിലെ വളരെ പവർഫുള്ളായ നിരവധി വ്യക്തികളും സെലിബ്രിറ്റികളും സ്ത്രീകളും പെൺകുട്ടികളോടൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു. റഷ്യൻ സുന്ദരികളുമായിട്ടുള്ള ബന്ധം കാരണം ബിൽ ഗേറ്റ്സിന് ലൈംഗിക രോഗങ്ങൾ ഉണ്ടെന്ന വിവരങ്ങളും എപ്സ്റ്റീൻ ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, എപ്സ്റ്റീൻ്റെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും ഗോൾഫ് കോഴ്സുകളിൽ വച്ച് പീഡനത്തിനിരയായ നിരവധി പെൺകുട്ടികളെ കാണാതായി എന്നുള്ള വിവരങ്ങളും ഒരു അതിജീവന വഴി പുറത്തു വന്നു. എപ്സ്റ്റീൻ്റെ ദ്വീപിൽ എപ്പോഴാണ് വൈൽഡ് പാർട്ടി നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇലോൺ മസ്ക് അയച്ച ഇമെയിലുകളും കൂടെ ആരൊക്കെ കൊണ്ടുവരുമെന്ന് എപ്സ്റ്റീൻ തിരിച്ചു ചോദിക്കുന്ന ഇമെയിലുകളും എപ്സ്റ്റീൻ ഫയലുകളിലുണ്ട്. കൂടാതെ നോർവേയിലെ രാജകുമാരിയായ മെറ്റ മാരിറ്റിന് 2011 മുതൽ 2014 വരെ എപ്സ്റ്റീനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന വിവരങ്ങളും ഇതിലുണ്ട്. ട്രംപിൻ്റെ പേര് 4500 തവണയാണ് ഈ ഫയലുകളിൽ പരാമർശിച്ചിട്ടുള്ളത്. ട്രംപിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പല വിവരങ്ങളും FBI-ക്ക് ലഭിച്ചതായി രേഖകളിലുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പൂരി, വ്യവസായി അനിൽ അംബാനി എന്നിവരുടെ എല്ലാം പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. 2017 മുതൽ 2019 വരെ അനിൽ അംബാനിയും എപ്സ്റ്റീനും തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഉദ്യോഗസ്ഥരായ ജാരഡ്, സ്റ്റീവ് ഖാനൻ എന്നിവരെ കാണാൻ ഇന്ത്യൻ നേതൃത്വത്തിന് വേണ്ടി അനിൽ അംബാനി എപ്സ്റ്റീൻ്റെ സഹായം തേടിയതായി രേഖകളിലുണ്ട്. 2019 തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 23-ന് അംബാനി എപ്സ്റ്റീൻ്റെ വീട്ടിൽ വച്ച് കൂടിക്കാഴ്ച നടത്തി. അംബാനിയെ മോഡിയുടെ ആളെന്നും മോഡി ഒപ്പമുണ്ട് എന്നും എപ്സ്റ്റീൻ സ്റ്റീവ് ബാനന് മെസ്സേജ് അയച്ചിരുന്നു. അതുപോലെ ഹർദീപ് സിംഗ് പൂരി 2015-നും 2017-നും ഇടയിൽ അദ്ദേഹം എപ്സ്റ്റീനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ താൻ ഇൻ്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുമ്പോഴാണ് അത് നടന്നതെന്നും ഇന്ത്യയുടെ ബിസിനസ് താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് സംസാരിച്ചത് എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പേരുകളിലൊന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയും എപ്സ്റ്റീനുമായി നേരിട്ട് ആശയവിനിമയം നടന്നതായി എപ്സ്റ്റീൻ ഫയലുകളിലില്ല. എന്നാൽ എപ്സ്റ്റീൻ മറ്റുള്ളവരുമായി നടത്തിയിരിക്കുന്ന ആശയവിനിമയങ്ങളിൽ മോഡിയുടെ പേര് ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട്. 2017 ജൂലൈ 6-ന് എപ്സ്റ്റീൻ ജാബൂർബൈ എന്ന വ്യക്തിക്കയച്ച ഇമെയിലിൽ തൻ്റെ ഉപദേശം സ്വീകരിച്ചാണ് മോഡി ഇസ്രായേൽ സന്ദർശിച്ചതെന്നും അമേരിക്കൻ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ അവിടെ പാട്ടും നൃത്തവും അവതരിപ്പിച്ചുവെന്നും അവകാശപ്പെടുന്നു. 2017 ജൂലൈ 4-നും 6-നും ഇടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. മോദിയുടെ ഈ സന്ദർശനത്തിനു പിന്നിൽ തൻ്റെ ഉപദേശമായിരുന്നു എന്നായിരുന്നു എപ്സ്റ്റീൻ്റെ ആ ഇമെയിൽ സന്ദേശത്തിൻ്റെ പൊരുൾ. എന്നാൽ ഇതൊരു കുറ്റവാളിയുടെ അടിസ്ഥാനരഹിതമായ വിഡ്ഢിത്തങ്ങൾ മാത്രമാണിതെന്ന് പറഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണം തള്ളിക്കളഞ്ഞു. എന്നാൽ അപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അനിൽ അംബാനി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ്. യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ്റെ ഫയലുകൾ നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജെഫ്രി എഡ്വാർഡ് എപ്സ്റ്റീൻ ലോകരാജ്യങ്ങളിലെ സ്പന്ദനങ്ങളെ നിയന്ത്രിക്കുന്ന വമ്പൻ വ്യക്തികളുടെ ഇടനിലക്കാരനാവുകയും ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യനാവുകയും അവർക്ക് വേണ്ടി പ്രൈവറ്റ് പാർട്ടികൾ സംഘടിപ്പിക്കുകയും അവിടെയുള്ള ഒളിക്യാമറകൾ വഴി അവരുടെയെല്ലാം വഴിവിട്ട പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്ത് അക്കമിട്ട് സൂക്ഷിക്കുകയും ചെയ്തത് നിഗൂഢതകൾ നിറഞ്ഞ എപ്സ്റ്റീൻ്റെ ജീവിതം തന്നെയാണ്. ആ എപ്സ്റ്റീൻ്റെ ഫയലുകൾ വെറും 60% മാത്രമാണ് പുറം ലോകത്ത് എത്തിയിട്ടുള്ളത്.
ബാക്കിയുള്ള 40% ഇനി ഒരിക്കലും പുറം ലോകം കാണുകയുമില്ല. ഈ വലിയ റാക്കറ്റിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ചൂഷണം ചെയ്തിട്ടും എപ്സ്റ്റീൻ്റെ കാമുകി ഗിലെൻ മാക്സ്വെൽ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമാണ് ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നത്. എപ്സ്റ്റീന് 45 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചുവെങ്കിലും ആ ശിക്ഷ അനുഭവിച്ചു തീർക്കാൻ അയാൾ ഇപ്പോൾ ജീവനോടെയില്ല. എപ്സ്റ്റീൻ ഫയലുകൾ എന്നത് വെറുമൊരു വാർത്തയോ വിവാദമോ അല്ല, ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. പുറമേ കാണുന്ന തിളക്കങ്ങൾക്കും ആഡംബരങ്ങൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്ന അധികാരവർഗത്തിൻ്റെ ജീർണിച്ച മുഖമാണിത്. സമൂഹത്തിലെ ഉന്നതരെ അഗാധമായി ആരാധിക്കുന്നതിന് പകരം അവരുടെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ നാം ശീലിക്കേണ്ടതുണ്ട്. ഈ നീതിന്യായ വ്യവസ്ഥകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലരായ ഇരകളെ സംരക്ഷിക്കുവാനല്ല, മറിച്ച് അധികാരമുള്ള വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന നഗ്ന സത്യം കൂടിയാണ് ഈ ഫയലുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ശബ്ദമില്ലാത്ത ഇരകളുടെ നിലവിളികൾക്ക് സമൂഹം കാതോർക്കാത്തിടത്തോളം കാലം ജെഫ്രി എപ്സ്റ്റീൻമാർ ഈ ലോകത്ത് ഇനിയും ജനിച്ചുകൊണ്ടേയിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.